إن الحمد لله نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും യഥാവിധി സൂക്ഷിച്ചും പാലിച്ചും അള്ളാഹുവിനെ ഏറെ ഭയപ്പെട്ട് തഖ്വയോടുകൂടെ ജീവിക്കണമേ എന്ന് ഏറെ ഗൗരവത്തോടുകൂടെ സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സത്യവിശ്വാസത്തിൻ്റെയും സൽക്കർമ്മങ്ങളുടെയും പരിണിത ഫലമായി പരിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് അത്തരം ആളുകളുടെ ജീവിതത്തിൽ ഖനാഅത്ത് ഉണ്ടാവുക എന്നുള്ളത്. അൽ ഖനാഅ അഥവാ ജീവിത സൗഭാഗ്യങ്ങളിൽ, ജീവിത വിഭവങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകപ്പെട്ടതുകൊണ്ട് തൃപ്തിയടയാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളത് വിശ്വാസത്തിൻ്റെയും സൽപ്രവർത്തനങ്ങളുടെയും സ്വീകാര്യതയ്ക്ക് തെളിവായിട്ട് ഉള്ള കാര്യമാണ് എന്ന് പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അലി റളിയല്ലാഹുവിനെ പോലെയുള്ള, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ പോലെയുള്ള, ഹസൻ ബസ്രി റഹിമഹുല്ലാഹി പോലെയുള്ള ആളുകളൊക്കെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ലിന്റെ 97-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ ഫഹുവ മുഅ്മിൻ. വിശ്വാസിയായിക്കൊണ്ട് ആരാണോ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സൽപ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കുന്നത് എങ്കിൽ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ, അത്തരം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശിഷ്ടമായിരിക്കുന്ന ഒരു ജീവിതം നൽകുമെന്നാണ്. ഇവിടെ ഹയാത്തുൻ ത്വയ്യിബ എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് സൂചിപ്പിക്കപ്പെട്ട അലി അള്ളാഹിനെ പോലെയുള്ള, ഇബ്നു അബ്ബാസ് അള്ളാഹിനെ പോലെയുള്ള, ഹസൻ ബസ്രി റഹിമഹുല്ലാഹി പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഹിയൽ ഖനാഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഹയാത്തുൻ ത്വയ്യിബ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള ഒരു മനസ്സ് അത്തരം ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുമെന്നാണ്. പലപ്പോഴും വിശ്വാസം ഉൾക്കൊണ്ട് എന്ന് അവകാശപ്പെടുകയും ഒട്ടനേകം സൽപ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ് എന്ന് സ്വയം സമാധാനിക്കുകയും ചെയ്യുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നൽകിയിട്ടുള്ള ജീവിത വിഭവങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയാത്ത അത്യാർത്തിയുടെ, ആർത്തിയുടെ ആളുകളായി പലപ്പോഴും നമ്മളൊക്കെ മാറുന്നുണ്ടോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. കാരണം വിശ്വാസത്തിന്റെ ഒരു ഗുണമായിട്ടാണ് ഇസ്ലാം ഇതിനെ പഠിപ്പിക്കുന്നത്.
ഖനാഅത്ത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒട്ടനേകം ഗുണങ്ങൾ അതുകൊണ്ടുള്ളതായി, അഥവാ ഫായിദാത്തുകൾ ഉള്ളതായി, ഫവായിദുകൾ ഉള്ളതായി ഉലമാക്കൾ വിശദീകരിക്കുന്ന കാണാൻ കഴിയും. അതിൽപ്പെട്ട ഒന്നാമത്തത് അനുഗ്രഹങ്ങൾ നൽകപ്പെട്ട അനുഗ്രഹദാതാവിന് നന്ദി കാണിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, കുൻ വരിഅ തകുൻ അബദൻ നാസ്, നീ അള്ളാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ ജീവിക്കാൻ സന്നദ്ധമാവുകയാണെങ്കിൽ അബദൻ നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവൻ നീയായി മാറും. അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടെ റബ്ബിന്റെ ചോദ്യം ചെയ്യലുകളും പരലോക ജീവിതവുമൊക്കെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരാൾ സന്നദ്ധമായി കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളായി നിനക്ക് മാറാൻ കഴിയും. ശേഷം പ്രവാചകൻ പറയുകയാണ്, വകുൻ കനിഅ തകുൻ അഷ്കറൻ നാസ്, ഉള്ളതുകൊണ്ട് തൃപ്തിയടയാൻ നീ സന്നദ്ധമാവുകയാണെങ്കിൽ ജനങ്ങളിൽ അള്ളാഹുവിനോട് ഏറ്റവും നന്ദി കാണിക്കുന്ന അടിമയായി നിനക്ക് മാറാനും കഴിയുമെന്നാണ്. പലപ്പോഴും അള്ളാഹു നൽകപ്പെട്ടിട്ടുള്ള അനുഗ്രഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തത് നമുക്ക് നൽകപ്പെട്ടതുകൊണ്ട് തൃപ്തിയടയാനുള്ള ഒരു മനസ്സില്ലാത്തത് കൊണ്ടാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അള്ളാഹു നൽകിയ ഏതു സാഹചര്യമാണെങ്കിലും ആ സാഹചര്യം കൊണ്ട് തൃപ്തിയടയാൻ തയ്യാറായാൽ തീർച്ചയായും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഷാക്കിറായി തീരാൻ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവനായി തീരാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് യഥാർത്ഥമായിരിക്കുന്ന വിജയവും പരലോകത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്തയും ഖനാഅത്തുള്ള ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് എന്നാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ അസ്ലമ, വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ ആർക്ക് സാധിച്ചോ അവൻ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു എന്നാണ്. അഥവാ യഥാർത്ഥ വിശ്വാസിയായി തീരാൻ, മുസ്ലിമായി തീരാൻ ഒരാൾക്ക് സാധിക്കുകയാണെങ്കിൽ ഖദ് അഫ്ലഹ, അവൻ വിജയിച്ചിരിക്കുന്നു എന്നാണ്. വറുസുക കഫാഫ, അതുപോലെ തന്നെ ജീവിത നിവൃത്തിക്ക് വേണ്ടുന്ന വിഭവം നൽകപ്പെട്ടവനും വിജയിയായിട്ടുണ്ട്. വഖന്നഅഹുല്ലാഹു ബിമാ ആതാ, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകപ്പെട്ടത് കൊണ്ട് ജീവിതത്തിലെ ഭക്ഷണമായിരുന്നാലും ആരോഗ്യമായിരുന്നാലും അറിവായിരുന്നാലും സ്ഥാനമാനങ്ങളായിരുന്നാലും ഏതെല്ലാം ഉണ്ടോ, ദുനിയാവിന്റെ ഏതെല്ലാം നേട്ടങ്ങളാണെങ്കിലും ശരി, അള്ളാഹു എന്താണോ തനിക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തൃപ്തിയടയാൻ സന്നദ്ധമായി കഴിഞ്ഞാൽ, തയ്യാറായി കഴിഞ്ഞാൽ അവൻ വിജയിയായിട്ടുണ്ട് എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായിരിക്കുന്ന ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു വചനത്തിൽ ഇപ്രകാരമാണ് കാണാൻ കഴിയുന്നത്, തൂവാ ലിമൻ ഹുദിയ ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് സന്മാർഗം സിദ്ധിക്കപ്പെട്ടവന് അവൻ മംഗളങ്ങൾ ഉണ്ടാവട്ടെ, അവൻ അല്ലെങ്കിൽ സന്തോഷ വാർത്തയുണ്ട്, മംഗളങ്ങളുണ്ട്. വകാന ഐഷുഹു കഫാഫ, അവന്റെ ജീവിതം അവന് തികഞ്ഞതാണ്, അവന് മതിയായതാണ്. വഖനിഅ, അതുപോലെ തന്നെ അവനുള്ളത് കൊണ്ട് തൃപ്തിയടയാനും സന്നദ്ധമാകുന്നു. അത്തരം ആളുകൾക്ക് തൂബ എന്ന് പറയുന്ന സ്വർഗമുണ്ട് എന്നോ അല്ലെങ്കിൽ സന്തോഷ വാർത്തയുണ്ടോ എന്നും വിശദീകരിക്കുന്നത് ഹദീസ് തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. മൂന്നാമത്തെ നേട്ടമെന്ന് പറയുന്നത് തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഖനാഅത്തുള്ള ആളുകൾക്ക് സാധിക്കുമെന്നാണ്. ഇന്ന് പലപ്പോഴും ഹറാമിലേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്നതും അതുപോലെ തന്നെ പലരെക്കുറിച്ചും അസൂയ വെക്കുന്നതും പലരെക്കുറിച്ചും വിദ്വേഷം വെക്കുന്നതും അതുപോലെ തന്നെ തിന്മയിൽ ഈബത്ത് നമീമത്തുകൾ പറയുന്നതാകട്ടെ, കളവുകൾ പറയുന്നതാകട്ടെ, എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ത് എന്ന് നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ആർത്തിയാണ് എന്നാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിയടയാൻ കഴിയാത്തൊരു മനസ്സുണ്ടാകുമ്പോൾ തന്നെക്കാളും കിട്ടിയവനെ കാണുമ്പം അസൂയ തോന്നുകയാണ്, വിദ്വേഷം വരികയാണ്. അതേപോലെ തനിക്ക് നേടിയെടുക്കാൻ വേണ്ടി ഹലാലിന്റെ വഴികൾ മാറ്റിവെച്ചുകൊണ്ട് ഹറാമിലേക്ക് പ്രവേശിക്കാൻ അവന് കാരണമാവുകയാണ്. മറ്റുള്ളവൻ തകർന്നു കാണണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഈബത്തുകളും നമീമത്തുകളും കളവുകളും അറിയാതെ ജീവിതത്തിൽ വന്നു പോവുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞു, ഖനാഅത്തുള്ളവന് തീർച്ചയായും തിന്മയിൽ നിന്നും രക്ഷപ്പെടാൻ അവന് സാധിക്കുമെന്നാണ്. മൂന്നാമത്തെ നേട്ടമായി പറയുന്നത് തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ ഖനാഅത്ത് കൊണ്ട് സാധിക്കുമെന്നാണ്. നാലാമത് പറയുന്നു, എല്ലാത്തിനും ഉപരിയായി യഥാർത്ഥമായിരിക്കുന്ന ഐശ്വര്യം, ധന്യത എന്ന് പറയുന്നത് ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ലൈസൽ ഗിനാ കസ്റത്തുൽ അർദ്, ജീവിത വിഭവങ്ങളുടെ ആധിക്യമല്ല യഥാർത്ഥത്തിൽ സമ്പന്നത എന്ന് പറയുന്നത്. വലാകിന്നൽ ഗിനാ ഇനൻ നഫ്സ്, യഥാർത്ഥ സമ്പന്നത എന്ന് പറയുന്നത് മനസ്സിന്റെ സമ്പന്നതയാണ് എന്നാണ്. മഹാനായിരിക്കുന്ന അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ട സന്തത സഹചാരിയായിരിക്കുന്ന അബൂദർ ഗിഫാരി റളിയല്ലാഹു തആലയോട് ചോദിക്കുകയാണ്, അതറ കസ്റത്തുൽ മാലി ഹുവൽ ഗിനാ, സമ്പന്നതയുടെ ആധിക്യത്തെയാണോ അബൂദറെ നീ ഒരു ധന്യതയായി കാണുന്നത്?
നമ്മൾ പറയുന്നത് പോലെ അദ്ദേഹം പറഞ്ഞു ഖുൽതു നാം യാ റസൂലല്ലാ, പ്രവാചകർ അതുതന്നെയാണ്, ഒരുപാട് പണമുണ്ടെങ്കിൽ അതുതന്നെയാണ് ധന്യത എന്ന് പറയുന്നത്. ഈ സമയത്ത് വീണ്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, ഫതറാ ഖില്ലത്തൽ മാലി ഹുവൽ ഫഖർ, അങ്ങനെയാണെങ്കിൽ സമ്പത്ത് കുറഞ്ഞു പോയാൽ അതിനെയാണ് ദാരിദ്ര്യം എന്നാണോ നീ വിചാരിക്കുന്നത്? ആ സമയത്തും അദ്ദേഹം പറഞ്ഞു, അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, അതെ, പണമില്ല എങ്കിൽ, പൈസ ഇല്ല എങ്കിൽ അവൻ തന്നെയാണ് ദരിദ്രൻ എന്ന് പറയുന്നത്. ഈ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇന്നമൽ ഗിനാ ഇനൽ ഖൽബ് വൽ ഫഖർ ഫഖറുൽ ഖൽബ്, എന്നാൽ തീർച്ചയായും നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്നമൽ ഗിന, ഇന്നമ എന്ന പ്രയോഗം ഒന്ന് മാത്രമാണ് എന്നാണ്, അതിനുശേഷം പറയുന്ന കാര്യം മാത്രമാണ് എന്നാണ്. യഥാർത്ഥമായിരിക്കുന്ന ഗിന എന്ന് പറയുന്നത് ഗിനൽ ഖൽബ്, ഹൃദയത്തിന്റെ ധന്യതയാണ് എന്നാണ്. വൽ ഫഖർ ഫഖറുൽ ഖൽബ്, ദാരിദ്ര്യം എന്ന് പറയുന്നത് അത് ഹൃദയത്തിന്റെ ദാരിദ്ര്യമാണ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, മഹാന്മാരായിരിക്കുന്ന പലരും സൂചിപ്പിച്ചതുപോലെ എത്രയെത്ര സമ്പന്നന്മാരായിരിക്കുന്ന ആളുകളാണ് സമാധാനത്തോടുകൂടെ കടന്നുറങ്ങാൻ കഴിയാത്തവർ, വിശ്രമമില്ലാതെ നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ ധനികരെന്ന് പറയുന്ന ആളുകളെയൊക്കെ നമ്മൾ വീക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് വിശ്രമമില്ല. എന്നാൽ ദരിദ്രരായി കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വസ്ഥതയോടുകൂടെ വഴിയോരങ്ങളിൽ പോലും കടന്നുറങ്ങാൻ ഒരു പേടിയുമില്ലാതെ സമാധാനത്തോടുകൂടെ നീണ്ട വിശ്രമത്തിലായിരിക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും കാണുന്ന ധന്യത എന്ന് പറയുന്നത് ഒരുപാട് പണമുണ്ടായിട്ടും ആ പണം ആസ്വദിക്കാൻ കഴിയാതെ, ആ പണം കൊണ്ട് തൃപ്തിയടയാൻ കഴിയാത്ത അങ്ങേയറ്റത്തെ ആർത്തിയുടെ മനസ്സുമായി നിരന്തരമായി വിശ്രമമില്ലാത്ത രൂപത്തിൽ ഓടിക്കൊണ്ടേയിരിക്കുന്ന, പണിയെടുത്തുകൊണ്ടേയിരിക്കുന്ന ആളുകളെ കണ്ടിട്ട് എങ്ങനെയാണ് അവനെ ഹൃദയത്തിന്റെ ധന്യതയുള്ളവൻ, സമാധാനം കാംക്ഷിച്ചവൻ, തൃപ്തിയടഞ്ഞവൻ എന്ന് മനസ്സിലാക്കാൻ കഴിയുക? അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞു, യഥാർത്ഥ സംതൃപ്തി എന്ന് പറയുന്നത്, യഥാർത്ഥ ധന്യത എന്ന് പറയുന്നത്, യഥാർത്ഥമായിരിക്കുന്ന ഫഖർ എന്ന് പറയുന്നത്, ഹൃദയത്തിൽ അവന് ധന്യതയുണ്ടോ തീർച്ചയായും അത്തരം ആളുകൾ ധനികരാണ് എന്നാണ്. മുൻഗാമികളായിരിക്കുന്ന പ്രവാചകന്റെ സഹാബത്തിനെയും അതിനെ തുടർന്ന് വന്നിരിക്കുന്ന മുൻഗാമികളായിരിക്കുന്ന സലഫുകളുടെയും ജീവിതം നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും, അവരൊരുപാട് സമ്പത്തുള്ളവരായിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ കൂട്ടത്തിൽ എണ്ണിയെടുക്കാൻ പറ്റുന്ന ഏതാനും ചില ആളുകൾ മാത്രമാണ് സാമ്പത്തികമായി അല്പമൊക്കെ മെച്ചപ്പെട്ടവരായിരിക്കുന്ന ആളുകളുള്ളത്. പക്ഷേ ബാക്കി മുഴുവൻ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ഹൃദയം കൊണ്ട് ധന്യരായിരിക്കുന്ന ആളുകളായിരുന്നു. ബേജാറുണ്ടായിരുന്നില്ല, ഭാവിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് വലിയ ടെൻഷൻ അടിക്കുന്നവരായിരുന്നില്ല. നേരെ മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകപ്പെട്ടിരിക്കുന്ന ജീവിതത്തിൽ പരിപൂർണമായിരിക്കുന്ന സംതൃപ്തി നേടിക്കൊണ്ട് സമാധാനമടയാൻ, സ്വസ്ഥമായി കിടന്നുറങ്ങാൻ, വിശ്രമിക്കാൻ അവരെ കൊണ്ട് സാധിച്ചിരുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഖനാഅത്ത് കൊണ്ടുള്ള നേട്ടമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന ഈ ഹദീസുകളിൽ നിന്ന് ഉലമാക്കൾ പറഞ്ഞു, ഹൃദയത്തിന്റെ ധന്യത നൽകപ്പെടും യഥാർത്ഥ ഖനാഅത്തുണ്ടെങ്കിൽ, അഥവാ ഉള്ളത് കൊണ്ട് തൃപ്തിയടയാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഹൃദയത്തിന് അവന് ധന്യത നൽകപ്പെടുന്നതാണ് എന്നാണ്. അതുപോലെ തന്നെ ഉലമാക്കൾ വിശദീകരിക്കേണ്ടായി അഞ്ചാമത്തെ ഒരു ഗുണമെന്ന് പറയുന്നത് അന്നൽ ഇസ്സത ഫിൽ ഖനാഅ, യഥാർത്ഥത്തിലുള്ള ഇസ്സത്ത്, പ്രതാപം എന്ന് പറയുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിയടയാനുള്ള മനസ്സുള്ള ആളുകൾക്കാണ് എന്നാണ്. പലപ്പോഴും ധനികന്മാരായി അറിയപ്പെടുന്ന ആളുകൾക്ക് ജനങ്ങൾക്കിടയിൽ അവന്റെ അടുക്കൽ നിന്നും വല്ലതും ലഭിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരുപക്ഷെ അവന്റെ മുന്നിൽ വെച്ചുകൊണ്ട് അവനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തേക്കാം. പക്ഷെ ആളുകൾക്കിടയിൽ നിലയും വിലയും അവരില്ലാത്തവരായി പുച്ഛത്തോടുകൂടെ കാണുകയോ അല്ലെങ്കിൽ പരിഹസിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥയായിരിക്കും പലപ്പോഴും ഉണ്ടാവുക. അതേ അവസരത്തിൽ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളായി അറിയപ്പെടുന്ന പലതും നഷ്ടപ്പെട്ട, എത്തിപ്പിടിക്കാൻ കഴിയാത്ത മാന്യന്മാരായി ഒരാളുടെ മുന്നിലും കൈനീട്ടാത്തവനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സമൂഹത്തിനിടയിൽ നിലയും വിലയും നൽകപ്പെട്ടതായി കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഖനാഅത്തുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഖനാഅത്തിലാണ് ഇസ്സത്ത് എന്ന് പറയാനുള്ള കാരണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു റിവായത്തിൽ കാണാൻ കഴിയും, ഷറഫുൽ മുഅ്മിനി ഖിയാമു ബിൽ ലൈൽ, ഷറഫുൽ മുഅ്മിനി ഖിയാമും ബിൽ ലൈൽ, ഒരു വിശ്വാസിയുടെ പരിശുദ്ധി എന്ന് പറയുന്നത്, പ്രതാപം എന്നൊക്കെ പറയുന്നത് രാത്രികാലത്തെ നമസ്കാരമാണ് എന്നാണ്. ഒരാളുടെ പരിശുദ്ധി എന്ന് പറയുന്നത് രാത്രികാലത്ത് എത്രമാത്രം അയാൾക്ക് നിസ്കാരത്തിൽ വ്യാപൃതനാകാൻ കഴിയുന്നുണ്ടോ, അതാണ് ഈ മുഅ്മിനിന്റെ ഷറഫ് എന്ന് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു വഇസ്സുഹു അൽഇസ്തിഗ്നാഹു അനിന്നാസ്, അവന്റെ ഇസ്സത്ത് എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്നും അവൻ ധന്യനായി കാണുക, ഒഴിഞ്ഞവനായി കാണുക, മറ്റുള്ളവന്റെ കയ്യിലുള്ളത് ആവശ്യക്കാരനല്ലാത്തൊരവസ്ഥ ഒരു മനസ്സുണ്ടാവുക. നല്ലൊരു വീട് കാണുമ്പോ അതുപോലെ തന്നെ വേണം എനിക്കുമെന്ന് ചിന്തിക്കുമ്പോ, നല്ലൊരു വാഹനം കാണുമ്പോ അതുപോലെ എനിക്കും വേണം ആഗ്രഹിക്കുമ്പോ, അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് നേടിയെടുക്കാനുള്ള വഴികൾ, ഹലാലിന്റെ വഴികൾ വിട്ടുകൊണ്ട് ഹറാമിലേക്ക് മറ്റൊക്കെ പോകും. അസൂയം വിദ്വേഷങ്ങളും ഒക്കെ വരും. അതേ സമയത്ത് മറ്റാളുകളുടെ, താനല്ലാത്ത ആളുകളുടെയൊക്കെ
ഹൈറായിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പം, നന്മകൾ കാണുമ്പം, നേട്ടങ്ങൾ കാണുമ്പം അതിലേക്ക് മൈൻഡ് ചെയ്യാത്ത, താല്പര്യം ജനിക്കാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്തരം ആളുകൾക്ക് വലിയ നിലയും വിലയുമായിരിക്കും ഉണ്ടാവുക എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ കൃത്യമായി അത് മനസ്സിലാക്കാൻ കഴിയും. അറിയപ്പെട്ടവരായി, ആദരിക്കപ്പെട്ടവരായി അറിയപ്പെടുന്ന ഏതെല്ലാം ആളുകളുണ്ടോ അവരെല്ലാവരും അങ്ങേയറ്റത്തെ ദരിദ്രന്മാരായിരിക്കുന്ന ആളുകളായിരുന്നു എന്നാണ്. എല്ലാത്തിനും ഉപരിയായി സമാധാനപൂർണമായിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഈ ദുനിയാവിലും പരലോകത്തും ഹയാത്തുൻ ത്വയ്യിബ, വിശിഷ്ടമായിരിക്കുന്ന ഒരു ജീവിതം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകും എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഖനാഅത്തുള്ള ആളുകൾക്കാണ് എന്നാണ്. ഇതൊക്കെ അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് നമുക്കും ഒരു ഖനാഅത്തുള്ള, ഉള്ളത് കൊണ്ട് തൃപ്തിയടയാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക എന്നാണ് മഹാന്മാരായിരിക്കുന്ന ഉലമാക്കൾ വിശദീകരിക്കുന്നുണ്ട്. എങ്ങനെ ഒരാൾക്ക് ഖനാഅത്തുള്ളവരായി തീരാൻ പറ്റും? ഒന്ന്, അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള യഥാർത്ഥമായിരിക്കുന്ന വിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ്. യഥാർത്ഥ വിശ്വാസം സ്വീകരിക്കുന്നതോടുകൂടെ നേരത്തെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവരിൽ നിന്നും ഒഴിഞ്ഞു മാറിപ്പോകും. അത്യാർത്ഥി ഒരിക്കലും അവരുണ്ടാവുകയില്ല. എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിനെ തന്നെ നിസ്സാരമായി പരിചയപ്പെടുകയും മരണമുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ റബ്ബിനെ കുറിച്ചുള്ള അഗാധമായിരിക്കുന്ന വിശ്വാസം അവരിലുണ്ടായിക്കഴിഞ്ഞാൽ ആ റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവന്റെ ഔഖാത്തുകൾ, സമയങ്ങളൊക്കെ അവന് വിനിയോഗിക്കാം. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസം സ്വീകരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അൽ യഖീനു ബി അന്ന റിസ്ഖ മക്തൂബ. ഒരു മനുഷ്യൻ ഉറച്ചു വിശ്വസിക്കേണ്ട, ഞാനും നിങ്ങളും ഒക്കെ ഉറച്ചു വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ഈ ദുനിയാവിൽ ലഭിക്കാനിരിക്കുന്ന റിസ്കെല്ലാം തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് ലൗഹൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാനും നിങ്ങളും നമ്മുടെ മാതാവിന്റെ ഉദരത്തിൽ 4 മാസം പ്രായമാകുന്ന സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല മലക്കിനെ പറഞ്ഞയച്ചുകൊണ്ടും അവിടെയും രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഈ ദുനിയാവിൽ ജീവിച്ച് ഈ ജീവിതം അവസാനിക്കുന്നതുവരെ ഏതെല്ലാം കാര്യങ്ങൾ അനുഭവിക്കണം, ആസ്വദിക്കണം, തിന്നു തീർക്കണം എന്നൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കണക്കാക്കപ്പെട്ടത് എനിക്ക് ലഭിക്കാതിരിക്കയില്ല എന്ന ആ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ, ഇതാണ് റബ്ബ് എനിക്ക് ഭക്ഷണമായി നൽകിയിട്ടുള്ളത്, ഇതാണ് റബ്ബ് എനിക്ക് സൗന്ദര്യമായി നൽകിയിട്ടുള്ളത്, ഇതാണ് റബ്ബ് എനിക്ക് ജീവിതത്തിന്റെ ഇന്നാലിന്റെ അനുഗ്രഹങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്ന് ഉറച്ചു വിശ്വസിക്കാൻ കഴിയും. പലപ്പോഴും ഈ യഖീൻ നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഞാൻ അധ്വാനിച്ചാലേ എനിക്ക് ലഭിക്കുകയുള്ളൂ, ഞാൻ അധ്വാനിച്ചില്ല എങ്കിൽ ലഭിക്കാനുള്ളത് തടയപ്പെടും, നഷ്ടപ്പെട്ടു പോകുമെന്ന ചിന്ത വരുമ്പോ തീർച്ചയായും ഈ പറഞ്ഞതുപോലെ ത്വമഅ് കടന്നു വരും, അത്യാർത്ഥി കടന്നു വരും. ഇവിടെയാണ് മുൻഗാമികളായ വിശ്വാസികൾക്കുള്ളതുപോലെ റബ്ബാണ് റിസ്ക് ഏറ്റെടുത്തിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം മാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ദുനിയാവിലുള്ള ഭൂമിയിലുള്ള ഒരൊറ്റ ജീവിയും അവന്റെ റിസ്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കാതെ വിട്ടേച്ചു പോയിട്ടില്ല എന്ന്. എല്ലാം റബ്ബ് ഏറ്റെടുത്തിട്ട് മരണം വരെ എനിക്ക് തിന്നാനുള്ളത് ഒരുക്കി തരേണ്ടതും എന്റെ കയ്യിലെത്തിക്കേണ്ടതും അത് ആസ്വദിക്കാനുള്ള കഴിവ് നൽകേണ്ടതും ചിട്ടാമായിരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. ആ റബ്ബ് നൽകുമെന്നുള്ള യഥാർത്ഥമായിരിക്കുന്ന വിശ്വാസം, യഖീനും ഉണ്ടെങ്കിൽ ഖനാഅത്ത് ഉണ്ടാകുമെന്നാണ്. മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവില് ഈ ഭൗതികമായിരിക്കുന്ന വിഭവങ്ങൾ വീതം വെച്ചിരിക്കുന്നത് ഒരുത്തിന്റെയും യോഗ്യത കൊണ്ടല്ല. നമുക്കറിയാം, അതാണ് നമ്മൾ ഒരു വിശ്വാസം മനസ്സിലാക്കേണ്ടത്. ഒരുപാട് ദുനിയാവിൽ ഒരുപാട് സമ്പത്ത് നൽകിയത് റബ്ബിന്റെ ഇഷ്ടപ്പെട്ടവരായതുകൊണ്ടല്ല. അതുപോലെ തന്നെ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും പട്ടിണിയും നൽകിയത് അള്ളാഹുവിന്റെ അനിഷ്ടം സമ്പാദിച്ചത് കൊണ്ടല്ല. നേരെ മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഒരു യുക്തിയുണ്ട്. ആ യുക്തി അല്ലാഹു അല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ആ യുക്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ദുനിയാവിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഉപജീവനങ്ങളെ വിശദീകരിച്ചാൽ വീതം വെച്ച് നൽകിയിരിക്കുന്നത് എന്ന തിരിച്ചറിവുണ്ടാകുമ്പോ തീർച്ചയായും ഉള്ളതുകൊണ്ട് തൃപ്തിയടയാനുള്ള ഒരു മനസ്സ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ്. മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത്, മുൻഗാമികളായിരിക്കുന്ന ആളുകളുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിക്കണമെന്നാണ്. ദുനിയാവിൽ സൗഭാഗ്യങ്ങൾ നൽകപ്പെടുന്നത് ഈമാനിന്റെ അടിസ്ഥാനത്തിലും റബ്ബ് പ്രത്യേകം പരിഗണിച്ചവരായതുകൊണ്ടാണെങ്കിൽ അമ്പിയാക്കന്മാരായിരിക്കുന്ന ആളുകളായിരുന്നു ഈ ദുനിയാവിൽ ഏറ്റവും അധികം സമ്പന്നന്മാരാകേണ്ടിയിരുന്നത്. ലോകത്തേക്ക് കടന്നു വന്ന അമ്പിയാക്കന്മാരെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എണ്ണപ്പെട്ട ഏതാനും അമ്പിയാക്കളെ മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ അമ്പിയാക്കന്മാരും ദുനിയാവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പോലുള്ള ഭൗതികമായിരിക്കുന്ന ജീവിത സൗകര്യങ്ങൾ ലഭിക്കാത്തവരായിരുന്നു. അന്ത്യപ്രവാചകൻ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലം നോക്കൂ നിങ്ങൾ. പലപ്പോഴും പ്രവാചകത്വം ലഭിക്കുന്നത് വരെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭൗതികമായി ചിന്തിക്കുന്ന വേളയിൽ ഐശ്വര്യത്തിന്റെ ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ ദുനിയാവിലും പരലോകത്തും ഹയാത്തുൻ ത്വയ്യിബക്ക് ഏറ്റവും അർഹനായിരിക്കുന്ന വ്യക്തി. സംശയമുണ്ടോ? പ്രവാചകനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ അനുഗ്രഹം സിദ്ധിച്ചവൻ ദുനിയാവിലും പരലോകത്തും. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്ന വേളയിൽ പോലും ഭൗതികമായിരിക്കുന്ന സൗകര്യങ്ങൾക്ക് വേണ്ടി തന്റെ പടയങ്കി ജൂതന്റെ കൈവശം പണയപ്പെടുത്തിക്കൊണ്ടാണ് മരണപ്പെട്ടതെങ്കിൽ
എന്ത് ഐശ്വര്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേടിയിട്ടുള്ളത്? അതേ ആ ഐശ്വര്യം എന്ന് പറയുന്നത് ഗിനൻ നഫ്സാണ്, അഥവാ ഹൃദയത്തിന്റെ ധന്യത എന്ന് പറയുന്നത്. ദുനിയാവിനോടുള്ള വിരക്തിയോടുകൂടെ, സന്തോഷത്തോടുകൂടെ, സമാധാനത്തോടുകൂടെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് ഇവിടെ പറഞ്ഞത്. സഹാബത്തും അങ്ങനെ തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്ന അബൂദർ റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉപദേശം കേട്ട് പിന്നീട് ദുനിയാവിന്റെ ഒരൊറ്റ സൗഭാഗ്യങ്ങളോടും താല്പര്യമില്ലാത്തവരായിരുന്നു എന്നാണ്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലമായപ്പം സമ്പത്ത് ശേഖരിക്കുന്നതിനെയും സമാഹരിക്കുന്നതിനുമെതിരെ അദ്ദേഹം പ്രസംഗിക്കാറുണ്ടായിരുന്നു, നിരന്തരമായി ഉപദേശിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ലോകത്ത് ആ ഭരണത്തിന് വലിയ പ്രയാസം ഉണ്ടാകുമെന്ന് കാരണത്താൽ അദ്ദേഹം ഒഴിഞ്ഞൊരു സ്ഥലത്തേക്ക് വരെ മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒന്നും സമ്പാദിക്കരുത്, ഉള്ളത് മുഴുവൻ മറ്റുള്ളവർക്ക് നൽകണം, ആവശ്യത്തിന് മാത്രം, അന്നത്തെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഒരു മനുഷ്യന്റെ കയ്യിൽ സമ്പത്തുണ്ടാകാവൂ എന്ന രൂപത്തിൽ സംസാരിച്ചപ്പോ നോക്കൂ നിങ്ങൾ, എന്തുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് പ്രവാചകന്റെയും സഹാബത്തിന്റെയും ഒക്കെ ജീവിതം അത്ഭുതമായി തോന്നിയേക്കാം. കയ്യിലേക്ക് വരുന്ന സമ്പത്ത് അല്പം പോലും മാറ്റിവെക്കാതെ എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി, സഹജീവികൾക്ക് വേണ്ടി ദാനം ചെയ്യാൻ സന്നദ്ധമാകുന്ന ഒരു മനസ്സ് എങ്ങനെ ഉണ്ടാക്കിയെടുത്തു? മഹദിയായിരിക്കുന്ന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ അള്ളാന്റെ അടുക്കലേക്ക് 1,00,000 ദിർഹമുകൾ വരുന്നുണ്ട്, അദ്ദേഹത്തിന് ഖലീഫ നൽകുന്നുണ്ട്. ആ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ അത് പൂർണ്ണമായും ദാനധർമ്മം നൽകുകയുണ്ടായി. തന്റെ പരിചാരികയായിരിക്കുന്ന ഒരു മഹദി അവരോട് പറയുന്നുണ്ട്, അല്പം ഒരു ദിർഹമെങ്കിലും മാറ്റി വെച്ചിരുന്നെങ്കിൽ നമുക്ക് ലഹ്മ വാങ്ങാമായിരുന്നു എന്നാണ്. അത് നീ മുമ്പ് പറയേണ്ടതാണ്. 1,00,000 ഫ്രീ ആയിട്ട് അദ്ദേഹം അവർക്കിലേക്ക് വന്നപ്പോ അത് പൂർണ്ണമായും നൽകാൻ. എന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം അധ്വാനിക്കുന്നത്, ഞാൻ ജീവിക്കുന്നത്, ഞാൻ ഉണ്ടാക്കുന്നത്, എന്റെ സമ്പത്ത് എനിക്ക് ആസ്വദിക്കാൻ, എന്റെ കുടുംബത്തിന് ആസ്വദിക്കാനാണ്, മറ്റുള്ളവർക്ക് തിന്നാൻ വേണ്ടിയിട്ടല്ല എന്നാണ് അല്ലേ? അതാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട ഒരു പ്രത്യേകമായിരിക്കുന്ന സ്വഭാവ ഗുണമെന്ന് പറയുന്നത്. എന്തുകൊണ്ട്? ഖനാഅത്താണ്. എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണോ എന്നൊരു തോന്നലാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി 10 രൂപ നൽകുമ്പോ എന്റെ മക്കൾ അനുഭവിക്കേണ്ട സമ്പത്താണല്ലോ പോകുന്നത് എന്ന് ഭയപ്പാടുണ്ടാകുന്നു. കാരണം എന്താ നോക്കൂ, നിങ്ങൾ ലോകത്ത് കടന്നു വന്ന ഏത് സമ്പന്നന്മാരായിരിക്കുന്ന ആളുകളാണെങ്കിലും ശരി, മരണപ്പെട്ടു പോകുമ്പം ഒന്നുമില്ലാത്തവരായിട്ട് ആ ദുനിയാവിൽ ഇവിടെ പറഞ്ഞു പോകുന്നത് അല്ലെ? ആരും ഒന്നും കൊണ്ടുപോകുന്നില്ല. ഇത് നമ്മൾ കാണുന്നതാണ്, മനസ്സിലാക്കുന്നതാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പം അത് ഉൾക്കൊള്ളാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. ഞാൻ എന്റേത് മാത്രം എന്ന ചിന്തയിലേക്ക് വരികയാണ്. ഇതുതന്നെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഈമാൻ സ്വീകരിച്ചിട്ടുണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ അമൽ സ്വാലിഹാത്തുകൾ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് സ്വയം പരിശോധിക്കാൻ പറ്റിയിരിക്കുന്ന ഒരു അളവുകോലുകൂടെ തന്നെയാണിത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ, വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും അമൽ സ്വാലിഹാത്തുകൾ നിർവഹിച്ചവനാണെങ്കിൽ അല്ലാഹു പറയാൻ, ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, വിശിഷ്ടമായിരിക്കുന്ന ഒരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുമെന്നാണ്. അതിനെയാണ് അലി അള്ളാഹിനെ പോലെയുള്ള, ഇബ്നു അബ്ബാസ് അള്ളാഹിനെ പോലെയുള്ള, ഹസനുൽ ബസരി റഹിമഹുല്ലാഹി പോലെയുള്ള ആളുകൾ പറഞ്ഞു, ഹിയൽ ഖനാഅ, ഉള്ളത് കൊണ്ട് തൃപ്തിയടയാനുള്ള ഒരു മനസ്സ് നൽകപ്പെടുമെന്നാണ് പറഞ്ഞുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ജീവിതത്തിൽ ഈ ഒരു സ്വഭാവ ഗുണം പകർത്തിയെടുക്കാൻ നമ്മൾ തയ്യാറാവുക. നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങൾ കൊണ്ട് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്നാണ്. അതുപോലെ തന്നെ അതിന് കഴിയണമെന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം ചെയ്യേണ്ടത്, നമ്മെക്കാളും പ്രയാസം അനുഭവിക്കുന്ന ആളുകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കണമെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശമുണ്ടല്ലോ, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല ബിക്കും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും വഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളെക്കാളും ഭൗതിക ജീവിത സൗകര്യങ്ങൾ കുറഞ്ഞവരിലേക്ക് നോക്കുക. സ്വന്തമായി ഒരു ചെറിയ വീടുള്ളവൻ വീടില്ലാത്തവനിലേക്ക്, അതുപോലെ തന്നെ പുറംപോക്കിൽ താമസിക്കുന്നവരിലേക്കൊക്കെ നോക്കുക അല്ലേ? കാര്യമായിട്ട് അസുഖമില്ലാത്തവൻ, തന്നെക്കാളും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന വർഷങ്ങളായി കിടപ്പിൽ കിടക്കുന്ന ആളുകളിലേക്ക് നോക്കുക. സമ്പന്നതയുടെ പേരും സൗന്ദര്യത്തിന്റെ പേരും എല്ലാം അങ്ങനെ തന്നെ നമ്മെക്കാളും പ്രയാസം അനുഭവിക്കുന്നവരിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും, അല്ലാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് വില അവമതിക്കാതിരിക്കാനും നന്ദി കാണിക്കാനും അതുകൊണ്ട് സാധിക്കുമെന്നാണ്. പലപ്പോഴും ഒന്നും നൽകപ്പെട്ടിട്ടില്ല, ഒന്നുമില്ല, ഇല്ലായ്മയും വല്ലായ്മയും മാത്രം ഉരുവിടാനുള്ള നാവായി നമ്മുടെ നാവുകൾ മാറാനുള്ള കാരണം നമ്മൾ നോക്കുന്നത് നമ്മളെക്കാളും മുകളിലുള്ളവരിലേക്കാണ്. ആ ജീവിതം എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെയാണ് നമുക്ക് പിഴക്കുന്നതും. ഹലാല് വിട്ടുകൊണ്ട് ഹറാമിലേക്ക് പോകുന്നു, അതുപോലെ തന്നെ അസൂയയും വിദ്വേഷവും വരുന്നു, അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള തോന്നിവാസങ്ങളിലേക്കും മനുഷ്യരെ കൊണ്ടെത്തിക്കുന്നത് ഈ ത്വമഅാണ്. ആ ത്വമഅിന് പകരം ഖനാഅത്തുള്ള ജീവിതത്തിലേക്ക് നമ്മൾ തിരികെ വരേണ്ടതുണ്ട്. അതിനുവേണ്ടി പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക, പണിയെടുക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല ഖനാഅത്ത് ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയുന്ന യഥാർത്ഥ വിശ്വാസികളെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نصلي ونسلم على ختم الأنبياء والمرسلين وعلى آله ومن تبعهم بإحسان إلى يوم الدين اتقوا الله അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി, അസറു അയ്യാമി ഇലയ്യ യൗമുൻ അസ്ബഹു വലൈസ ഇൻദി ഷൈഉൻ. എന്റെ കഴിഞ്ഞു പോകുന്ന ജീവിതങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സന്തോഷമായിരിക്കുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ദിവസം നേരം പുലരുമ്പോൾ എന്റെ കയ്യിൽ ഒന്നുമില്ലാത്ത ദിവസമാണ് എന്നാണ്. എങ്ങനെ? ഇമാം അഹ്മദ് ബിൻ ഹംബലിന് ഏറ്റവും സന്തോഷം നൽകുന്ന ദിവസം എന്ന് പറയുന്നത് നേരം വെളുക്കുന്ന സമയത്ത് കയ്യിലൊന്നുമില്ലാത്ത ദിവസമാണെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം എന്നാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല എന്ന് മാത്രമല്ല, കാര്യമായി മാറ്റിവെക്കാൻ ഒന്നുമില്ലാത്ത ദിവസം കടന്നു വരികയാണ്. അതായിരിക്കും ഏറ്റവും വലിയ ടെൻഷൻ നിറഞ്ഞിരിക്കുന്ന ജീവിതം. ഇന്നിപ്പോ എന്താ ഉണ്ടാവുക, ഇന്നിപ്പോ എന്താ കാര്യമായിട്ടൊന്നും കിട്ടിയില്ലല്ലോ, ഇങ്ങനത്തെ കണക്കൂട്ടല്ല നമുക്കുള്ളത്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കറിയാം ഏതു സമയത്തും മരണം വരുമെന്നുള്ളതും മരണത്തിന് മുമ്പ് ഞാൻ ചെയ്തു തീർത്തിരിക്കുന്ന അമലുകളായിരിക്കും തന്റെ പരലോകത്തിൽ ജയപരാജയങ്ങൾ തീരുമാനിക്കപ്പെടുക എന്നുള്ളത് കൊണ്ട് തന്നെ സാധ്യമാകുന്നിടത്തൊക്കെ തന്റെ കയ്യിൽ എത്തിപ്പെടുന്ന വിഭവങ്ങളെ പരലോകത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള പരിശ്രമമായിരിക്കും അവർ നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട ഖാറൂൻ, അതിസമ്പന്നനായിരിക്കുന്ന ഖാറൂൻ സർവ പ്രൗഢിയോടും കൂടെ ജനങ്ങൾക്കിടയിലേക്ക് പ്രത്യക്ഷപ്പെട്ടപ്പം വിശ്വാസിയായിരിക്കുന്ന ആളുകൾ അദ്ദേഹത്തിന് നൽകുന്ന ഒരു ഉപദേശമുണ്ട്, ഖാറൂനെ, അള്ളാഹു നിനക്ക് ഒരുപാട് വാരിക്കോരി നൽകിയിട്ടുണ്ട്, പക്ഷേ അതുകൊണ്ട് നീ പരലോകത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കോ. ദുനിയാവിൽ നിന്റെ ഓഹരി മറക്കും വേണ്ടെന്നാണ്. പരലോകം, ദുനിയാവിൽ അള്ളാഹു നൽകിയിരിക്കുന്ന സകലമാന അനുഗ്രഹങ്ങൾ കൊണ്ടും ഐശ്വര്യങ്ങൾ കൊണ്ടും പരലോകത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താനായിരിക്കണം ഞാനും നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അത് ഖനാഅത്തുള്ള ആളുകൾക്ക് മാത്രമേ കഴിയുള്ളൂ. കിട്ടിയ തികയാത്ത മനുഷ്യൻ എങ്ങനെ മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയുക? എനിക്കെന്നെ തികയുന്നില്ല എന്നിട്ടല്ലേ വേറൊരാൾക്ക്. ഇവിടെയാണ് സഹാബത്തൊക്കെ തന്റെ ആവശ്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവന്റെ അത്യാവശ്യങ്ങളെയും ആവശ്യങ്ങളെയും പരിഗണിക്കാനുള്ള മനസ്സവർക്ക് കിട്ടിയത്. അള്ളാഹു തനിക്കിത് വിധിച്ചതാണെങ്കിൽ ഞാൻ അനുഭവിക്കേണ്ടതാണ്, ഇത് അവന് തിന്നേണ്ടതാണ്, അവൻ അനുഭവിക്കേണ്ടതാണ്, അവൻ നൽകേണ്ടതാണ് എന്നുള്ള ചിന്ത വരുമ്പം അതെ, അതല്ല എനിക്ക് തിന്നാനുള്ളതാണെങ്കിൽ ഞാൻ തന്നെ തിന്നത്, ഞാൻ തന്നെ അനുഭവിക്കുമെന്ന ചിന്ത വരുമ്പോ തീർച്ചയായും ഈ ഒരു അവസ്ഥ ഉണ്ടാകും. കൊടുക്കാൻ, മറ്റുള്ളവനെ പരിഗണിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ കടന്നു വരുമെന്നാണ്. അതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമമായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ നടത്തേണ്ടത്. ജീവിതത്തിൽ അള്ളാഹു നൽകപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തൃപ്തിയടയാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഇബാദത്തുകൾക്ക് സമയം നഷ്ടപ്പെടൂല. ഇന്ന് നമുക്ക് എന്തുകൊണ്ടാണ് നിസ്കരിക്കാൻ സമയമില്ലാത്തത്? നിസ്കരിക്കാൻ വേണ്ടിയിട്ട് സമയം ചെലവാക്കുന്ന സമയത്ത് എന്തൊക്കെ ബിസിനസ് നടക്കും, എത്ര കച്ചവടം നടക്കും, അല്ലേ? ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കുന്നത്. എന്താ വെച്ചാൽ നമ്മൾ അധ്വാനിച്ച് തീരുമാനിക്കുന്നതാണ് നമുക്ക് കിട്ടുക എന്ന തോന്നലാണ്. അവിടെയാണ് റിസ്ക് അള്ളാഹ് ഏറ്റെടുത്തിട്ടുണ്ട്, നമ്മൾ അതിന്റെ സബബുകൾ മാത്രം തേടിയാൽ മതി. പക്ഷേ റബ്ബിന്റെ മാർഗത്തിൽ നാം വിനിയോഗിക്കേണ്ടുന്ന സമയവും സാഹചര്യങ്ങളും സമ്പത്തും എല്ലാം വിനിയോഗിക്കലിന്റെ നിർബന്ധമാണ്, ബാധ്യതയാണ് എന്ന് തിരിച്ചറിവുണ്ടാകുന്നത് ഈ പറയപ്പെട്ടതുപോലെ ഹൃദയത്തിന്റെ ധന്യത വരുമ്പോ ഉള്ളതുകൊണ്ട് തൃപ്തിയടയാനുള്ള ഒരു മനസ്സുണ്ടാകുമ്പോൾ മാത്രമാണ് എന്ന്. അതിനുവേണ്ടി പരിശ്രമിക്കുക, നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. മുൻഗാമികളുടെ ചരിത്രങ്ങളൊക്കെ തന്നെ നിരന്തരമായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പുതിയൊരു മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്, അഥവാ ഷഅബാനിന്റെ മാസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഷഅബാനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഷഅബാനിലാണ് പ്രവാചകൻ മറ്റുള്ള മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിക്കാറുള്ളത് ഷഅബാൻ മാസത്തിലാണ് എന്ന് കാണാൻ സാധിക്കും. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രവാചകരെ, ഉസാമ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ഈ ഷഅബാൻ മാസത്തിൽ എന്താ നിങ്ങൾ ഇത്രയധികം നോമ്പനുഷ്ഠിക്കാനുള്ള കാരണം? ആ സമയത്ത് പറഞ്ഞു, ദാലിക ഷഹറുൻ, അതൊരു മാസമാണ്, യഖഫുൽ അനിന്നാസ്, ജനങ്ങൾ അശ്രദ്ധമായി പോകുന്ന മാസം, ബൈന റജബിയും റമളാൻ, റമളാന്റെയും റജബിന്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധമായി പോകുന്ന ഒരു മാസമാണ് ഈ ഷഅബാൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഷഹറുൻ യഖഫുലുൻ നാസു അൻഹു ബൈന റജബിൻ വറമളാൻ, റമളാന്റെയും റജബിന്റെയും ഇടയിലുള്ള, അഥവാ റജബ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മാസങ്ങളും തുല്യരാണ്, അല്ലേ? പക്ഷെ സഹാബത്തും മുൻഗാമികളായ സച്ചരിതരായിരിക്കുന്ന ആളുകളൊക്കെ പവിത്രമായിരിക്കുന്ന ആ മാസങ്ങളെ പരമാവധി നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും തിന്മയിൽ നിന്നും അങ്ങേയറ്റം കരുതി കൂട്ടിക്കൊണ്ട് ശ്രദ്ധയോടുകൂടെ ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആ റജബ്, പവിത്രമായിരിക്കുന്ന റജബ് കഴിഞ്ഞ് അതുപോലത്തെ അനുഗ്രഹീതമായിരിക്കുന്ന റമളാന്റെ ഇടയിൽ വരുന്ന ഒരു മാസമായതുകൊണ്ട് ജനങ്ങൾ അശ്രദ്ധമായി പോകും.
അതുകൊണ്ട് ഈ മാസം ഞാൻ ജാഗ്രത കാണിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു വർഷക്കാലത്തെ നന്മയെക്കുറിച്ചുള്ള കണക്കുകൾ റബ്ബിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്നത് ഈ മാസത്തിലാണ്. നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ അള്ളാഹുവിന്റെ അടുക്കൽ പ്രദർശിപ്പിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. പലപ്പോഴും ഈ ശഅബാൻ മാസം പൂർണ്ണമായും പ്രവാചകൻ നോമ്പനുഷ്ഠിക്കാറുണ്ടോ എന്ന് തോന്നിക്കുമാറ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് നമുക്കറിയാലോ, റമദാനിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ നോമ്പ് തന്നെ അങ്ങേയറ്റത്ത് താല്പര്യത്തോടുകൂടെ മടിയില്ലാതെ അലസതയില്ലാതെ നോമ്പനുഷ്ഠിക്കാൻ കഴിയണം എന്നുണ്ടെങ്കിൽ അതിനു മുമ്പേ നമ്മുടെ മനസ്സിനെയും ബോഡിയെയും ഒക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കേണ്ടതുണ്ട്. സാധ്യമാകുന്ന ആളുകളൊക്കെ തന്നെ ഒന്നെങ്കിൽ പരമാവധി ഈ മാസത്തിൽ നോമ്പെടുക്കുവാനോ, അതുപോലെ തന്നെ പറ്റുമെങ്കിൽ സുന്നത്തായിരിക്കുന്ന നോമ്പുകൾ തിങ്കൾ വ്യാഴം പോലെയുള്ള ദിവസങ്ങൾ, അയ്യാമുൽ ബീദിന്റെ ദിവസങ്ങളൊക്കെ നോമ്പെടുത്തുകൊണ്ട് ഒന്ന് പരിശീലിക്കാൻ തന്നെ തയ്യാറാവുക എന്നാണ്. ചില ആളുകളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ റജബിനെയും ഷഅബാനെയും റമദാനെയും ഉപമിച്ചിരിക്കുന്നത് റജബ് മാസത്തിൽ ഒരു കർഷകൻ വിത്തിറക്കുന്നത് പോലെ വിത്ത് പാകുന്ന മാസമാണ് റജബ് എന്ന് പറയുന്നത്. ഷഅബാനാകട്ടെ അതിന് വെള്ളവും കൊഴിച്ചു കൊടുക്കുന്ന മാസമാണ്. റമദാനാകട്ടെ അതിന്റെ ഫലം കൊയ്തെടുക്കുന്ന മാസമാണ് എന്നൊക്കെ പറഞ്ഞ് ഉദാഹരിച്ചായിട്ട് കാണാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. പ്രത്യേകിച്ച് സഹോദരിമാരായിരിക്കുന്ന ആളുകൾ, നമ്മുടെ വീട്ടിലുള്ള ഭാര്യമാര്, ഉമ്മമാര്, അതുപോലെ തന്നെ പെൺമക്കളൊക്കെ കഴിഞ്ഞ റമദാൻ മാസത്തിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന നോമ്പുകളൊക്കെ വീട്ടാൻ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ അതിന്റെ അവസാന സമയം എന്ന് പറയുന്നത് ഈ പറയപ്പെട്ടതുപോലെ ഈ മാസമാണ്. അത് ആ രൂപത്തിൽ തന്നെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം എന്നുകൂടെ അറിയിക്കുകയാണ്. സാന്ദർഭികമായി മറ്റൊരു കാര്യം കൂടെ ഓർമ്മിക്കട്ടെ. പലപ്പോഴും ഈയിടെ മാത്രം കുറച്ച് അധികമായി കാണുന്നതാണ് അവസാനം ജുമഅക്ക് വരുന്നത് കുറച്ചൊന്ന് വൈകുക എന്നുള്ളത്. ജുമയുടെ മഹത്വം അറിയാത്തതുകൊണ്ടല്ല, അതിന്റെ ഗൗരവം അറിയാത്തതുകൊണ്ടല്ല, എന്നാൽ അത്രയ്ക്ക് മതി എന്ന് സ്വയം നമുക്കങ്ങനെ തോന്നുന്നതുകൊണ്ടാണെന്ന് അറിയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കറിയാലോ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അറിയുന്നവൻ തന്നെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. പവിത്രമായ ഒരു ദിവസമായിട്ടാണ്, അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ദിവസമായിട്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല വെള്ളിയാഴ്ച വിശ്വാസികൾക്ക് വേണ്ടി നൽകിയിട്ടുള്ളത്. ഏകദേശം നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ചെത്തുമ്പോൾ 1 മണിക്കൂർ നിലനിൽക്കുന്ന ഈ ഒരു സമയം റബ്ബിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ വേണ്ടി താല്പര്യത്തോടുകൂടെ നല്ല നീയത്തോടുകൂടെ ശ്രമിക്കുക. അതുപോലെ തന്നെ സഫൊക്കെ ബാക്കിൽ നിന്ന് മുന്നിലേക്കാ ഫില്ലായിട്ടൊക്കെ വരുന്നൊക്കെ ഉള്ളത്, അതിൻ്റെയൊക്കെ മഹത്വം എല്ലാവർക്കും അറിയാം. പക്ഷെ പറയുമ്പോൾ അത് മോശമായി പോയി എന്നൊക്കെ തോന്നും. പക്ഷെ ദീനിന്റെ കാര്യം ആയതുകൊണ്ട് ഇടയ്ക്ക് സൂചിപ്പിക്കാതിരിക്കാൻ നിർവാഹമല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ ഇഷ്ടപ്പെടുവാനും യഥാർത്ഥ വിശ്വാസിയായി കൊണ്ട് ജീവിക്കുവാനും, അതുപോലെ തന്നെ ജീവിതത്തിൽ അള്ളാഹു നൽകപ്പെട്ടിരിക്കുന്ന ഏതെല്ലാം അനുഗ്രഹമുണ്ടോ ആ അനുഗ്രഹത്തിൽ പരിപൂർണ്ണ സംതൃപ്തി അടഞ്ഞുകൊണ്ട് മറ്റുള്ളവന്റെ പ്രയാസങ്ങളെയും അതുപോലെ തന്നെ ആവശ്യങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നമ്മൾ ഭാഗവാക്കാകുവാനും സഹായിക്കുവാനും ഇടപെടുവാനും ഒക്കെയുള്ള ഈമാനിക കരുത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മാരകമായിരിക്കുന്ന രോഗങ്ങൾ കൊണ്ട്, മറ്റു പ്രയാസങ്ങൾ കൊണ്ട്, മാനസികവും ശാരീരികവും സാമ്പത്തികമായിരിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പലരും ദുആ കൊണ്ട് വസിയത്ത് നൽകിയവരാണ്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായിരിക്കുന്ന ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലും പരലോകത്തും ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിരിക്കുന്ന വിശ്വാസികളായിരിക്കുന്ന ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്രിബീൻ വൽഹംദുലില്ലാഹി